നമസ്കാരം. ഭരിക്കപ്പെടുന്നവരുടെ സമ്മതമില്ലാതെ അവരെ ഭരിക്കുക അസാധ്യമാണ്. ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള വണ്ടിയിൽ ആരൊക്കെ കയറണമെന്നുള്ളത് പ്രബുദ്ധരായ വോട്ടർമാരുടെ വിരൽത്തുമ്പുകൾ തീരുമാനിക്കും. കൗണ്ട് ഡൌൺ തുടങ്ങി. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ബാക്കിയുള്ളത് വെറും 16 ദിവസം മാത്രമാണ്. സ്ഥാനാർത്ഥികൾക്കും അണികൾക്കും നിന്ന് തിരിയാനുള്ള സമയം പോലുമില്ല. വോട്ടോട്ടം അങ്ങനെ തകർത്തു മുന്നേറുകയാണ്. മണ്ഡലങ്ങളുടെ മുക്കിലും മൂലയിലും വരെ എത്തി വോട്ടുകൾ അഭ്യർത്ഥിക്കേണ്ടതുണ്ട്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ചർച്ചകളും സംവാദങ്ങളും ഒക്കെയായി തെരഞ്ഞെടുപ്പ് കളം നിറഞ്ഞതുകൊണ്ട് കാഴ്ചകൾക്കും യാതൊരു പഞ്ഞവുമില്ല. എല്ലാ പ്രേക്ഷകർക്കും തെരഞ്ഞെടുപ്പ് കാഴ്ചയിലേക്ക് സ്വാഗതം. കോഴിക്കോട് എംപിയും നിലവിൽ കോഴിക്കോട് നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ MK രാഘവൻ ഒളിക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയതിന്റെ ചൂട് ഇതുവരെ അറിയിട്ടില്ല. കോഴയിൽ മുങ്ങിയ MK രാഘവൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ശരിതെറ്റുകളെക്കുറിച്ചാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. MK രാഘവൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനാധിപത്യ മര്യാദയാണോ? കേൾക്കാം ജനശബ്ദം. ശരിയല്ലാന്നുള്ള എൻ്റെ അഭിപ്രായം. പിന്നെ കോയുള്ളവരൊന്നും മത്സരിച്ചാൽ നാടിന് ഉള്ള വികസനം മുരടിച്ചും പോകും. ഇത് മാത്രമല്ല, കോരെ കൊണ്ട് ഈ നാട്ടിലിപ്പോൾ പ്രത്യേകിച്ചും ഈ 10 കൊല്ലം ഭരിച്ചിട്ട് ഒരു ഗുണവും ഇവിടെ ഈ MP കൊണ്ട് നമ്മളെ പോലത്തെ സാധാരണക്കാരനുണ്ടായില്ല. അഴിമതി ഒരുപാട് ഇതൊക്കെ കണ്ടില്ല. അദ്ദേഹം കോയകൾ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ജനങ്ങൾക്കാർക്കും ഇഷ്ടമില്ല ഇപ്പോൾ അയാളെ. തീർച്ചയായും ജനാധിപത്യ വിരുദ്ധമായ ഒരു വൃത്തിയാണത്. ഈ അഴിമതി വർഗീയതയോടൊപ്പം തന്നെ അഴിമതിയും തുടച്ചു നിൽക്കപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് MK രാഘവൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായും ധാർമ്മികമല്ല. പിന്നെ പ്രത്യേകിച്ചിട്ട് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായും ധാർമ്മികമായ ഒരു ഇതിലെ കൂടി എല്ലാവരും പോകുന്നത്. മിക്കവാറും ഇത് പിണറായി വിജയനെതിരായിട്ട് ശിക്ഷിക്കപ്പെട്ട ഒരു മമ്പ്രം ദിവാകരൻ എന്ന് പറയുന്നയാളാണ് മത്സരിച്ചത്. അതേപോലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഴിമതിയൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കോൺഗ്രസിന് ഇതൊരു ഒത്തിരിയൊന്നല്ല. എനിക്ക് പറയാനുള്ളത്, നിലവിൽ ഇപ്പോൾ MP സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. MP സ്ഥാനം രാജിവെച്ച് KPCC അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. MK രാഘവൻ എന്ത് പറഞ്ഞാലും വലിയൊരു അഴിമതി ആരോപണത്തിൽ പ്രതിയായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ആരോപണം നിഷേധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. തെളിവുകൾ നിരത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനും ജനങ്ങളുടെയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത്. MK രാഘവൻ ശരിക്കും സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പിൻവലിച്ച് മാറി നിൽക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി ആവശ്യപ്പെടേണ്ടതായിരുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ധാർമ്മികമായി ഉണ്ടാകേണ്ടുന്ന ഒരു സംശുദ്ധതയുണ്ട്. അത് ഇല്ലാത്ത ഒരാൾ ഒരു ജനപ്രതിനിധിയായി നമ്മളെ നയിക്കാൻ വേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശരിയല്ല. കുറ്റം തെളിയിക്കുന്നത് വരെ മദ്യം തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് ന്യായമല്ല. പിന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം 20 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതും അന്നത്തെ കണക്ക് പ്രകാരം തെറ്റാണ്. അപ്പോൾ ആ വിധത്തിലാണെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി MP എന്ന നിലയിൽ അത് നിന്നും അദ്ദേഹം അന്ന് അനുകൂലമായി വാങ്ങിച്ചിട്ടുള്ള സമ്പാദ്യങ്ങളെല്ലാം സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടതല്ല. ശരിയല്ല. ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അതിനകത്ത് മത്സരിക്കുന്നതിൽ ഒരിക്കലും നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. നാട്ടിലെ ജനങ്ങളെ സേവിക്കുന്ന ഒരു മനുഷ്യനല്ലേ അദ്ദേഹം. ഈ കോടതി വിഭാഗത്തിൽ അകപ്പെട്ടതിൻ്റെ പേരിൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും MK രാഘവനെ UDF നേതൃത്വം മാറ്റി നിർത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തെന്ന് വെച്ചാൽ ഇത്രയും ഒരു സോളിഡ് എവിഡൻസ് അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ചാനൽ വെളിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വ്യക്തമായ തെളിവ്, ശബ്ദം അയാളുടെ ഭാവചലനങ്ങൾ, അയാളുടെ മാനറിസം, അയാൾ സംസാരിക്കുന്ന ലിപ് മൂവ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ ഒന്നിലധികം തവണ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണുമ്പോൾ തന്നെ സകലമാന ആൾക്കാർക്കും, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ഇദ്ദേഹം സംസാരിച്ചത് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇതിൽ പരം ഒരു തെളിവ് ഇനി എവിടെ നിന്ന് കൊടുക്കാനാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ വിധി എഴുതുന്നത് 2.61 കോടി വോട്ടർമാരാണ്. 173 ട്രാൻസ്ജെൻഡർമാരും 1.25 ലക്ഷം ഭിന്നശേഷിക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. 817 അതീവ പ്രശ്നബാധിത ബൂത്തുകളും മാവോയിസ്റ്റ് ഭീഷണിയുള്ള 162 ബൂത്തുകളും സംസ്ഥാനത്തുണ്ട്. തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലായി 1,24,84,839 പുരുഷ വോട്ടർമാരും 1,34,66,521 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്.
ആകെ 2,61,46,853 വോട്ടർമാർ. ഇതിൽ 173 പേർ ട്രാൻസ്ജെൻഡറുകളും 1,25,189 പേർ ഭിന്നശേഷിക്കാരുമാണ്. 817 അതീവ പ്രശ്നബാധിത ബൂത്തുകളും മാവോയിസ്റ്റ് ഭീഷണിയുള്ള 162 ബൂത്തുകളും സംസ്ഥാനത്തുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കി. Critical polling booths are 817. Vulnerable polling station areas are 425. Around 4,482 sensitive polling booths. 5,49,969 കന്നി വോട്ടർമാരാണ് ഇത്തവണയുള്ളത്. ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള 794 പുരുഷന്മാരും 1,436 സ്ത്രീകളും ഉൾപ്പെടെ 2,230 വോട്ടർമാരും ഇത്തവണയുണ്ട്. 73,308 പ്രവാസി വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് 14 കോടിയുടെ സാധനങ്ങളാണ് ഇതുവരെയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ 7 കോടി രൂപ പണമായിട്ടാണ് പിടിച്ചെടുത്തത്. ഈ പരിശോധനകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടതുപക്ഷത്തോട് ചേർന്ന് പുതുചരിത്രം രചിക്കാൻ കാർഷിക മണ്ഡലമായ പുതുപ്പള്ളി ഒരുങ്ങി. നാട്ടിടവഴികളിൽ സൗഹൃദം പുതുക്കി വോട്ടഭ്യർത്ഥിച്ച LDF സ്ഥാനാർത്ഥി VN വാസവന്റെ ഉജ്ജ്വല പര്യടനം. കാർഷികോൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും സമ്മാനിച്ചാണ് പുതുപ്പള്ളിയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നാട്ടുകാർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. 4.5 പതിറ്റാണ്ട് നീണ്ട പൊതുജീവിതത്തിൽ സ്വന്തം കർമ്മഭൂമിയായിരുന്ന പുതുപ്പള്ളിയിലായിരുന്നു LDF സ്ഥാനാർത്ഥി VN വാസവന്റെ പര്യടനം. സ്ഥാനാർത്ഥിയുടെ പൊതുജീവിതത്തിന്റെ നന്മയും വിശുദ്ധിയും അനുഭവിച്ചറിഞ്ഞ പുതുപ്പള്ളി ഹൃദയപൂർവ്വമാണ് VN വാസവനെ വരവേറ്റത്. ഓട്ടോ തൊഴിലാളികളും സ്ത്രീകളും വിദ്യാർത്ഥികളും റബ്ബർ കർഷകരുമടങ്ങുന്ന വൻ ജനാവലിയാണ് പാമ്പാടി ടൗണിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാനെത്തിയത്. കോട്ടയം മണ്ഡലം മുമ്പും പല അട്ടിമറികൾ നടന്നിട്ടുണ്ട്. ഈ പ്രാവശ്യവും അട്ടിമറി വിജയം ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാവുമെന്ന കാര്യം സംശയമാണ്. ഓർക്കാട്ട് വയലിലേക്ക് മീനസൂര്യന്റെ കത്തുന്ന ചൂടിനെയും അവഗണിച്ച് സ്വീകരണം ഉത്സവമാക്കി നാട്ടുകാർ. രാഷ്ട്രീയ ഭേദമന്യേ പുതുപ്പള്ളിയുടെ മനസ്സ് ഇടതുപക്ഷത്തോട് ചേർന്ന് പുതുചരിത്രം രചിക്കാൻ വഴിമാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ളത് 9 സ്ഥാനാർത്ഥികളാണ്. മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് സജീവമാണ് മുന്നണികൾ. രാഷ്ട്രീയം പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്നും മറുപടി പറയാൻ ഇടതുപക്ഷം സന്നദ്ധമാണെന്നും തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച CPI ദേശീയ നിർവാഹക സമിതി അംഗം ബിനോയ് വിശ്വം MP പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സമർപ്പിക്കപ്പെട്ട 11 നാമനിർദ്ദേശ പത്രികകളും ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു സ്വീകരിച്ചു. LDF BJP സ്ഥാനാർത്ഥികളുടെ ഡമ്മി സ്ഥാനാർത്ഥികൾ പിൻവലിച്ചതോടെ മത്സരരംഗത്ത് ശേഷിക്കുന്നത് 9 സ്ഥാനാർത്ഥികൾ. LDF, UDF, BJP സ്ഥാനാർത്ഥികൾക്ക് പുറമെ ദേശീയ പാർട്ടിയായ BSPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് DK ബഷീറും മത്സരരംഗത്തുണ്ട്. 4 സ്വതന്ത്രരും മത്സരിക്കുന്നു. മുന്നണി സ്ഥാനാർത്ഥികളുടെയെല്ലാം പ്രചാരണ രംഗം സജീവമാണ്. LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രൻ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഇന്നലെ പ്രചാരണം നടത്തിയത്. LDFന് വേണ്ടി CPI ദേശീയ നിർവാഹക സമിതി അംഗം ബിനോയ് വിശ്വം MP കുറ്റിക്കോലിലും ഒസങ്കടിയിലും പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു. രാഹുൽ ഗാന്ധി രാഷ്ട്രീയം പറയാൻ തയ്യാറാകണമെന്നും മറുപടി പറയാൻ ഇടതുപക്ഷം തയ്യാറാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങൾ രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസുമാരോടും രാഷ്ട്രീയ സംസാരിക്കാൻ തയ്യാറാണ്. ചർച്ചക്കുരുക്കമാണ്. ഈ വേദി സംവാദ വേദിയാണ്. LDFനെ പറ്റി, CPMനെ പറ്റി, CPIയെ പറ്റി രാഹുൽ ഗാന്ധിക്ക് എതിർപ്പുണ്ടെങ്കിൽ പറയണം. അല്ലാതെ ഗൗരവമായി ചോദ്യങ്ങൾക്കെല്ലാം ഇടകൊടുത്താൽ തനിക്ക് ഉത്തരം മുട്ടുമെന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞ ഒരാൾ ഇപ്പോൾ പറയുന്നു ഞാനൊന്നും മിണ്ടില്ല എന്ന്. മൗനിതാപയാകാൻ വേണ്ടിയാണോ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് ധനിക്കുന്നത്? ഇന്ന് KP സതീഷ്ചന്ദ്രൻ കല്യാശ്ശേരി മണ്ഡലത്തിലാണ് പ്രചാരണം. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലും ഇന്നലെ പര്യടനം പൂർത്തിയാക്കി. സർവേ ഫലങ്ങൾ എന്തു പറഞ്ഞാലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDFന്റെ മുന്നേറ്റം ശക്തമാണ്. UDF BJP സ്ഥാനാർത്ഥികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രൻ. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ പര്യടനം നടത്തി. UDF സ്ഥാനാർത്ഥി കുണ്ടറയിലും BJP സ്ഥാനാർത്ഥി KV സാബു കൊല്ലത്തും പര്യടനം നടത്തി. കൊല്ലം ഉളിയക്കോവിലിൽ പാവപ്പെട്ട കോളനി നിവാസികൾ മണിക്കൂറുകളോളം കാത്തുനിന്നാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് സ്വീകരണം നൽകിയത്.
ഉമ്മൻചാണ്ടി കൊടുക്കാതിരുന്നതാണ്, അതുകൂടെ കൊടുത്തു ഈ ഗവൺമെന്റ്. ഇപ്പൊ 1200 ഉണ്ട്. നേരത്തെ 600 അവർ പ്രഖ്യാപിച്ചു കൊടുത്തില്ല, ഇപ്പൊ 1200 ഉണ്ട്. എന്നാലും UDF നേതാക്കന്മാർ വന്ന് പറഞ്ഞു ചോദിക്കും, ഇപ്പൊ കിട്ടുന്നില്ലയോ, നേരത്തെ ഒന്നും കൊടുക്കാത്തവരാ. അപ്പൊ ഇതാണ് അവരുടെ പരിപാടി. അപ്പൊ LDF ഗവൺമെന്റ് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ് 1500 ആക്കും പെൻഷൻ. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കുണ്ടറയിലും BJP സ്ഥാനാർത്ഥി VK സാബു കൊല്ലത്തും വോട്ടർമാരെ കണ്ടു. ഉമ്മൻചാണ്ടി വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എറണാകുളം ലോക്സഭാ സ്ഥാനാർത്ഥി P. രാജീവ് രചിച്ച എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന പുസ്തകം കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. ധനമന്ത്രി തോമസ് ഐസക് പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് എഴുത്തുകാരി തനുജ ഭട്ടതിരിക്ക് കൈമാറി. ഇന്നസെന്റ് പബ്ലിക്കാണ് പുസ്തകം പ്രസാദനം ചെയ്തിരിക്കുന്നത്. രാജീവ് തന്നെ രചിച്ച കാഴ്ചവട്ടം എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന പുസ്തകം. രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടതുപക്ഷം ചെലുത്തുന്ന സ്വാധീനവും പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. ധനമന്ത്രി തോമസ് ഐസക് പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് എഴുത്തുകാരി തനുജ ഭട്ടതിരിക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാജീവ് ചടങ്ങിലെത്തി നന്ദി രേഖപ്പെടുത്തി. രാജീവ് തന്നെ രചിച്ച കാഴ്ചവട്ടം എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. 5000 കോടിയിലധികം നിക്ഷേപം വരുന്ന 2 വർഷങ്ങളിൽ കൊച്ചിയിൽ വേണ്ടിവരുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇത് കൊച്ചിയുടെ നഗരവികസനത്തിന് പുതിയ മാനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക സമൂഹമായിട്ട് മാറണം. എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് വേണം. നൗ വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ്. ഓക്കെ, എത്ര? 2000 കോടി രൂപ. ഫോൺ എല്ലാ വീട്ടിലും 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേബിൾ TV ലൈൻ വലിക്കുന്ന പോലെ ലൈൻ, ഇൻഫാക്ട് കേബിൾ TV ലൈനിൽ കൂടിയായിരിക്കും ഇന്റർനെറ്റ് കൊടുക്കാൻ പോകുന്നത്. എല്ലാ വീട്ടിലും ഫ്രീ, ഒരു പരിധി വരെ എല്ലാവർക്കും. ഇങ്ങനെയുള്ള വലിയ ഗെയിം ചേഞ്ചേഴ്സിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. നഗരവികസനത്തിന്റെ ഭാഗമായി ജലഗതാഗത പദ്ധതികൾ, 3 ആശുപത്രികളുടെ വികസനം, തീരസംരക്ഷണ പദ്ധതികൾ, സീപോർട്ട് എയർപോർട്ട് റോഡ്, ഫ്ലൈ ഓവറുകൾ, പാലങ്ങൾ, പെട്രോ കെമിക്കൽ പാർക്ക് എന്നിവയ്ക്കാണ് തുക ചെലവാക്കുന്നത്. എന്നാൽ കിഫ്ബി വഴിയല്ലാതെ ഇവ നടപ്പാക്കാൻ സർക്കാർ 25 വർഷം ഭരണം മാറ്റിവെക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മാനാഞ്ചിറ സ്ക്വയറിൽ സ്കൂൾ അനുഭവങ്ങൾ പങ്കുവെച്ച വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. A. പ്രദീപ് കുമാർ MLA നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ കോഴിക്കോട്ടെ നടക്കാവിലെയും മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലെയും കുട്ടികളാണ് ഒത്തുകൂടിയത്. തെരഞ്ഞെടുപ്പിൽ A. പ്രദീപ് കുമാർ വിജയിക്കണമെന്ന ആഗ്രഹവും അവർ പങ്കുവച്ചു. AK ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് നോർത്ത് MLA A. പ്രദീപ് കുമാർ നേതൃത്വം നൽകുന്ന പ്രിസം പദ്ധതിയിലൂടെയാണ് കോഴിക്കോട് നടക്കാവ് സ്കൂൾ രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു ഗവൺമെന്റ് സ്കൂളായി മാറിയത്. നടക്കാവ് സ്കൂളിലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് മാനാഞ്ചിറ സ്ക്വയറിൽ അവരുടെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കാനായി ഇന്ന് ഒത്തുകൂടിയത്. എങ്ങനെയാണ് ഈ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്കൂളിൽ പഠിക്കാൻ ഒരു ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണല്ലോ. എത്രത്തോളം സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്? ഞാൻ 5ാം ക്ലാസ് തൊട്ടാണ് ഈ സ്കൂളിൽ ചേർന്നത്. അപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പൊട്ടിപ്പൊടിഞ്ഞ ഒരുപാട് കെട്ടിടങ്ങളെല്ലായിരുന്നു ഉള്ളായിരുന്നു. നമ്മുടെ പ്രതിഭേട്ടൻ്റെ ഒരു ചിന്തയിലാണ് അത് ഇത്രയും മോഡിഫൈ ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോൾ പ്രതിഭേട്ടൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു വിഷൻ ശരിക്കും നമ്മുടെ സ്കൂളിനെ ഉയർത്തിയായിരുന്നു. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ശരിക്കും മറ്റൊരു ഗവൺമെൻറ് സ്കൂളിലും കിട്ടാത്ത ഒരുപാട് സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്കൂളുകളാവട്ടെ, പ്രൈവറ്റ് സ്കൂളുകളാവട്ടെ, അവർക്കൊന്നും ലഭിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു സാധാരണക്കാർ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളിൽ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു മഹത്തരമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതിന് പ്രതിഭടനോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. പ്രദീപ് കുമാർ സാറ് ഞങ്ങൾക്ക് കുറേ നേട്ടങ്ങൾ തരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാർ ജയിക്കണമെന്നാണ് എൻ്റെയും എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും ആഗ്രഹം. നല്ല സ്മാർട്ട് ക്ലാസ് റൂമാണ്. ഞങ്ങൾ സ്കൂളിലെ പ്ലേയേഴ്സ് ആണ്, ഹോക്കി പ്ലേയേഴ്സ് ആണ്. ഞങ്ങൾക്ക് അത്രയും വലിയൊരു കോട്ടൊക്കെ കിട്ടാറുണ്ടെങ്കിൽ വലിയ ഭാഗ്യമാണ്. പിന്നെ ഞങ്ങളിപ്പോൾ എല്ലാവരും സ്റ്റേറ്റ് പ്ലേയേഴ്സ് ഉണ്ട്, നാഷണൽ പ്ലേയേഴ്സ് ഉണ്ട്. എല്ലാത്തിനും കാരണം ഞങ്ങളുടെ സ്കൂളാണ്. സ്കൂൾ വലിയ സപ്പോർട്ടാണ്. പിന്നെ പ്രദീപ് കുമാർ സാറ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യം പഠിക്കാൻ വന്നപ്പോൾ ചെറിയ ഗ്രൗണ്ട്, ചെറിയ ക്ലാസ്. ഇപ്പം മാറി ഫുൾ ഡിജിറ്റൽ ക്ലാസ് റൂം, അടിപൊളി ബെഞ്ച്, യൂണിഫോം, നല്ല ഗ്രൗണ്ട്, ബിൽഡിംഗ് ഒക്കെ മാറി. ഇപ്പം നല്ലതിൽ പഠിക്കാൻ പറ്റും. അവിടെ പഠിക്കാൻ പറ്റിയ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ കണക്കാക്കുന്നത്. ഇവർക്ക് ലഭിച്ച സ്മാർട്ട് ക്ലാസ് റൂമും അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂൾ സൗകര്യങ്ങളും സ്പോർട്സിനും ലഭിച്ച പ്രാധാന്യവും കോഴിക്കോട് ജില്ലയിലെ മറ്റു വിദ്യാർത്ഥികൾക്ക്, മറ്റ് കുട്ടികൾക്ക് കൂടി ലഭിക്കണം എന്ന ആഗ്രഹം കൂടിയാണ് മാനാഞ്ചിറ സ്ക്വയറിലെത്തിയ ഈ കുരുന്നുകൾ പങ്കുവച്ചത്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം കോഴിക്കോട് നിന്നും AK ലതീഷ്.
ഇടതുമുന്നണിക്കെതിരെ വീണ്ടും UDFന്റെ വ്യാജ പ്രചരണം. പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വാഹനവ്യൂഹത്തിൽ നിന്ന് വടിവാൾ വീണുവെന്നായിരുന്നു പ്രചാരണം. പ്രചാരണ വാഹനവ്യൂഹത്തോടൊപ്പം അണിനിരുന്ന കർഷകനായ ഷാജി ഹുസൈന്റെ കയ്യിലുണ്ടായിരുന്ന കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന വെട്ടുകത്തിയാണ് വടിവാളായി ചിത്രീകരിച്ചത്. വ്യാജ പ്രചാരണം നടത്തുന്നത് രാഷ്ട്രീയ പാപ്പരത്തമെന്ന് CPIM വ്യക്തമാക്കി. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പ്രചാരണ വാഹന വ്യൂഹത്തിൽ നിന്ന് വടിവാൾ റോഡിൽ വീണെന്ന് വ്യാജ പ്രചാരണം നടത്തിയത്. പത്ര ദൃശ്യമാധ്യമങ്ങളും സമൂഹമാധ്യമങ്ങളും വ്യാജ പ്രചാരണം ഏറ്റെടുത്തു. എന്നാൽ വസ്തുത ഇതാണ്. ഇത് കോണിക്കഴിയിലെ കർഷകനായ ഷാജി ഹുസൈൻ. പ്രചാരണ വാഹന വ്യൂഹത്തിൽ നിന്ന് മറിഞ്ഞു വീണ വാഹനമോടിച്ചിരുന്നയാൾ വടിവാളെന്ന് പ്രചരിപ്പിച്ചത് ഷാജിയുടെ കയ്യിലുള്ള കാർഷികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വെട്ടുകത്തിയെയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൃഷിയിടത്തിൽ നിന്ന് ഷാജി വാഴക്കുല വെട്ടി പതിവായി നൽകുന്ന കടയിൽ നൽകി. സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയുടെ സമയമായതിനാൽ വസ്ത്രം മാറാതെ വെട്ടുകത്തി സ്കൂട്ടറിന്റെ മുന്നിൽ വെച്ച് നേരെ സ്വീകരണ സ്ഥലത്തെത്തുകയായിരുന്നു. ചോലപ്പാടത്തെത്തുന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് വേഗം സാധനം കയറ്റി അവിടെ ഇറക്കി. ഈ സാധനം ഞാൻ വീട്ടിൽ വെക്കാൻ നിന്നില്ല. സാധനം അവിടെ വെച്ചിട്ട് എൻ്റെ വണ്ടിൻ്റെ ഇതിൽ നിന്ന് താത്തന്നെ വെച്ചു. ശരിയായിട്ട് ഞാനത് വണ്ടിയിൽ എല്ലാവരും കൊണ്ടുപോകണം കാണുന്നുണ്ട്. എൻ്റെ മുമ്പിലുള്ള വണ്ടി അതൊന്ന് ചവിട്ടെ എന്തോന്ന് അപ്പം ഞാൻ ബ്രേക്ക് പിടിച്ച സ്കൂട്ടിയാണ് മറ്റേത് ഡിയോൻ്റെ. അങ്ങനെ മറിഞ്ഞപ്പോൾ ഈ സാധനമാണ് മറിഞ്ഞു. വൈകുന്നേരം ഷാജി വാഴക്കുല കടയിൽ നൽകിയെന്ന് കടക്കാരൻ സെയ്തലവിയും പറഞ്ഞു. അവന് വാഴക്കുലയായിട്ട് വന്നു. നമുക്ക് സ്ഥിരം കൊണ്ടുവന്ന് തരാറുള്ളതാണ്. എല്ലാ പ്രാവശ്യവും നമുക്ക് ഡെയിലി കൊണ്ടു തരാം. അപ്പം ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ കായില്ല പറഞ്ഞപ്പോൾ ഒരു പോലെ കൊണ്ടുവന്നു തന്നു. ഞാൻ കൊണ്ടുവന്നു തന്നവന് അപ്പം തന്നെ വണ്ടിയിൽ പോവുകയും ചെയ്തു. അതുണ്ടായിരുന്നു. വാഴക്കുല വെട്ടി വരുമ്പോൾ അവൻ എപ്പോഴും അതുകൊണ്ടാണ് വരാറ്. തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ പ്രചാരണങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. വ്യാജ പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചരണങ്ങളും ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടിയാൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് UDFും BJPയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും അവർക്ക് പറയാനില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും കിട്ടിയാൽ അത് ചർച്ചയാക്കുക. അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. വ്യാജ പ്രചാരണത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം SPക്ക് പരാതി നൽകി. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതുതലമുറയുടെ വോട്ട് തേടിയാണ് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനുവിന്റെ പ്രചരണം മുന്നേറുമ്പോൾ പുതിയ വോട്ടർമാരുടെയും മാറ്റം ആഗ്രഹിക്കുന്നവരുടെയും പ്രതീക്ഷയായി മാറാൻ സാനുവിന് കഴിഞ്ഞു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ സാനു വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് കന്നി വോട്ടർമാർക്ക്. രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു തുടങ്ങിയ തലമുറ മലപ്പുറത്തും മാറ്റം ആഗ്രഹിച്ചു തുടങ്ങി. അധികാരം ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നവർക്കിടയിൽ നിന്നും ഞങ്ങളുടെ നിന്നൊക്കെ ഒരു ഉയർന്നു വന്ന ആളാണ് സാനുക്ക. അപ്പോൾ ഒരു മതനിരപേക്ഷതയുള്ള ഒരു സർക്കാരാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഒരു യുവജന പ്രതിഭ എന്ന നിലയിൽ സാനുക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വന്ന ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കിടയിൽ നിന്ന് വന്ന് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയായിരിക്കും പ്രാവശ്യം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഉറപ്പായി സാനുക്കാക്കനെ വോട്ട് ചെയ്യും. യുവതലമുറ ആവേശത്തോടെ സാനുവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. 3 തവണ മണ്ഡല പര്യടനം പൂർത്തീകരിച്ച് പ്രചരണത്തിൽ സാനു ഏറെ മുന്നോട്ടുപോയി. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി വയനാട്ടിലായിരുന്നതിനാൽ ഇന്നും പ്രചരണത്തിനില്ല. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തെരഞ്ഞെടുപ്പ് കാഴ്ചകളും വോട്ടിനുള്ള ഓട്ടവും തീരുന്നില്ല. നാളെ കാണാം. ഉച്ചഭാഷണയോടുകൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ അവസാനിക്കുന്നു. നമസ്കാരം. രക്തരേണുക്കളെ, നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണി റെഡ് സല്യൂട്ട്. ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണി റെഡ് സല്യൂട്ട്. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്.